ഇരുവൃക്കകളുടെയും പ്രവർത്തനം നിലച്ച് ഡയാലിസിസിലൂടെ ജീവൻ നിലനിർത്തുന്ന ഇടുക്കി മുണ്ടിയെരുമ സ്വദേശി വിനോദ് മാധവൻ സുമനസ്സുകളുടെ സഹായം തേടുകയാണ്. പണിയെടുക്കാനാകാതെ കിടപ്പിലായതോടെ ഡയാലിസിസിനുള്ള പണം കണ്ടെത്താനും മറ്റുള്ളവരുടെ മുൻപിൽ കൈനീട്ടേണ്ട ഗതികേടിലാണ്. 3 ദിവസം ഡയാലിസിസ് ചെയ്യണം. 6 മാസം മാറ്റി വെക്കണമെന്ന് പറഞ്ഞു. ഇപ്പം 16 മാസം കഴിഞ്ഞു. സാമ്പത്തിക പരിസ്ഥിതി കൊണ്ടാണ് മാറ്റി വെക്കാത്തത്. ഡ്രൈവറായിരുന്ന വിനോദിന് കഴിഞ്ഞ ഏപ്രിൽ മാസത്തിൽ പെട്ടെന്ന് ശരീരം മുഴുവൻ നീരുവെച്ചു. പ്രമേഹമാണെന്നാണ് ആദ്യം കരുതിയത്. എന്നാൽ വിദഗ്ധ പരിശോധനയിൽ വൃക്കകൾ രണ്ടും 97% തകരാറിലായതായി കണ്ടെത്തി. 6 മാസത്തിനകം മാറ്റിവെക്കണമെന്ന് ഡോക്ടർമാർ നിർദ്ദേശിച്ചു. അതുവരെ ആഴ്ചയിൽ 3 ദിവസം ഡയാലിസിസ് നടത്താനുമായിരുന്നു നിർദ്ദേശം. ആദ്യം പാലായിലെ സ്വകാര്യ ആശുപത്രിയിലെത്തിയാണ് ഡയാലിസിസ് നടത്തിയത്. ചികിത്സയ്ക്കും ആശുപത്രിയിൽ പോകുവാനുള്ള ചെലവും മറ്റും താങ്ങാനാവാതെ വന്നതോടെ മുരിക്കാശ്ശേരിയിലാണിപ്പോൾ ഡയാലിസിസ് നടത്തുന്നത്. ഒരു തവണ പോയി വരാൻ 3500 രൂപയിലധികം വേണം. ഈ തുക കണ്ടെത്തുവാൻ കഴിയാത്തതിനാൽ ഡയാലിസിസ് പോലും മുടങ്ങുന്ന അവസ്ഥയിലാണ്. വൃക്ക മാറ്റിവെക്കുന്നതിനും തുടർ ചികിത്സയ്ക്കുമായി 30 ലക്ഷം രൂപയെങ്കിലും വേണ്ടിവരും. വാടക വീട്ടിൽ കഴിയുന്ന വിനോദിന് സുമനസ്സുകൾ സഹായിച്ചാൽ മാത്രമേ തുടർ ചികിത്സയുമായി മുന്നോട്ട് പോകാനാകൂ. സാഹചര്യം ആഴ്ച 3 ദിവസം ഡയാലിസിസ് ചെയ്യണം. മരുന്നുണ്ട്. പിന്നെ മാറ്റി വെക്കണമെന്നാണ് പറഞ്ഞത്. 6 മാസം മാറ്റി വെക്കണമെന്ന് പറഞ്ഞത്. ഇപ്പം 16 മാസം കഴിഞ്ഞു. സാമ്പത്തിക പരിസ്ഥിതി കൊണ്ടാണ് മാറ്റി വെക്കാത്തത്. ഞാനന്ന് പണിയെടുത്തോണ്ട് നമുക്ക് വയ്യാത്തോണ്ട് പോകത്തില്ല. സാഹചര്യങ്ങൾ വളരെ ബുദ്ധിമുട്ടിലാണ്. സഹായങ്ങൾ കൂട്ടുകാരും ഒക്കെ സഹായിച്ചായിരുന്നു. പറ്റില്ല, അതിന് പരിധിയുള്ള സഹായിക്കാൻ. വിനോദിന്റെ ഭാര്യയ്ക്ക് കടയിലെ ജോലിയിൽ നിന്നും കിട്ടുന്ന ശമ്പളം മാത്രമാണ് ഏക വരുമാനം. വൃക്ക മാറ്റിവെക്കുവാൻ സുമനസ്സുകളായ ആരെങ്കിലുമൊക്കെ സഹായിക്കുമെന്ന പ്രതീക്ഷയിലാണ് വിനോദും കുടുംബവും ഇപ്പോൾ ഉള്ളത്. റിപ്പോർട്ടർ, ഇടുക്കി.